രക്ഷപ്പെട്ടവർക്ക് ആശ്വാസത്തിന് അപ്പുറം ഭയമാണ്. ഇതിൽ മരിച്ച ആളുകളുടെ വിവരങ്ങൾ എടുക്കുമ്പോൾ വലിയ നൊമ്പരമാണ് ഉണ്ടാകുന്നത്. ജീവിതത്തിന്റെ പുതിയ തുരുത്ത് തേടി വയനാട്ടിലേക്ക് ജോലിക്ക് എത്തിയ കമ്പനി തൊഴിലാളികൾ, അതിൽ ഇമ്രാൻ എന്നൊരാളുടെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വാർത്ത കേട്ടിരുന്നു. മകളുടെ 1-ാം പിറന്നാൾ കഴിഞ്ഞ് 8 ദിവസമാകുന്നേ മകൾക്ക് സമ്മാനവുമായി തിരിച്ച് ബീഹാറിലേക്ക് പോകാനിരുന്ന ഇമ്രാനാണ് ഇവിടെ മണ്ണാഴങ്ങൾപ്പെട്ട് ചേതനേറ്റ ശരീരവുമായി ആ കുടുംബത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഓരോ മനുഷ്യർക്കും ഓരോ കഥകളുണ്ട്. അത് നൊമ്പരപ്പെടുത്തുന്ന കഥകളാണ്. ആ മനുഷ്യരുടെ ജീവൻ ആരാണ് ഗ്യാരണ്ടി? ഇത്തരം സംവിധാനങ്ങൾ, ഇത്തരം വലിയ പദ്ധതികൾ വരുമ്പോൾ സുരക്ഷ ഒരുക്കേണ്ടത് ആരാണ്? വിദഗ്ധമായ പഠനം നടത്തേണ്ടത് ആരാണ്? വിദഗ്ധമായ പഠനം മാത്രം മതിയോ? ആ പരിസ്ഥിതി, ആ സ്ഥലവുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിവ് കൂടി വേണ്ടേ എന്ന ചോദ്യം കൂടി ബാക്കിയാണ്. ജൂലൈ വയനാടിൻ്റെ ഒരു നൊമ്പര മാസമാണ്. ആ ജനതയുടെ ജീവനും ജീവിതവും തകർത്തെറിഞ്ഞ വയനാട് ഉരുൾപൊട്ടലിന്റെ ഭീതിതമായ ഓർമ്മകൾ പേറുന്ന മറ്റൊരു ജൂലൈ കൂടിയാണ് കടന്നുപോകുന്നത്. 2024 ജൂലൈ 30 മുണ്ടക്കൈ, ചുരൽമല, അട്ടമല, പുഞ്ചിരിമറ്റം എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് ജീവനുകളാണ് മണ്ണിലാണ്ട് പോയത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളൊന്നായി കണക്കാക്കുന്ന വയനാട് ദുരന്തത്തിന്റെ കണ്ണീരോർമ്മകളിലേക്ക് വീണ്ടും ഒരു ആണ്ടിനെ ഒരുങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ വീണ്ടും ഒരു ഓർമ്മ ദിനത്തിലേക്ക് അടുക്കുമ്പോഴാണ് സമീപത്ത് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തവും ഉണ്ടാകുന്നത്. ചോര കുഴഞ്ഞ ചെളിമണ്ണിനടിയിൽ ഉറ്റവരുണ്ടാകുമെന്നുറപ്പിച്ച് ഉണ്ണാതെ രാപ്പകലുകളോളം ഉറക്കമിളച്ച ഒരു ജനത. ചെളിയടിഞ്ഞുകൂടിയ മൂക്കുകളും പാതിമാഞ്ഞ മുഖങ്ങളും തകർന്ന തലകളും കണ്ട് എന്റെ പ്രിയപ്പെട്ടവനെന്ന് ആർത്തലച്ചു കരഞ്ഞ മനുഷ്യർ. എന്തിനേറെ, നഖങ്ങളിൽ പതിഞ്ഞ ചായക്കൂട്ടുകളും ശരീര അടയാളങ്ങളും മാത്രം കണ്ട് എന്റെ പ്രിയനെന്നോ പ്രിയപ്പെട്ടവളെന്നോ ഉറപ്പിക്കേണ്ടി വന്ന ഹതഭാഗ്യർ. അതിരോ അടയാളങ്ങളോ മേൽവിലാസമോ തിരിച്ചറിയാത്ത വിധം ഒരു മണ്ണിനെ, അവിടുത്തെ മനുഷ്യരെ പ്രകൃതി കുടഞ്ഞെറിഞ്ഞിട്ട് 2 വർഷമാകുന്നു. ഓർമ്മകളുടെ അടരുകളിൽ കണ്ണീർ മാത്രം ബാക്കിയായ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ 2 സംവത്സരങ്ങൾ. കുടഞ്ഞെറിയുന്ന ഏതു ദുരന്തവും, ആഞ്ഞടിക്കുന്ന ഏതു രാക്ഷസത്തിരകളും 3-ാം പക്കമോ 4-ാം പക്കമോ ഇരകളോട് നീതി കാണിക്കും. ജീവനെടുത്തിട്ടൊടുവിൽ ശരീരങ്ങളെ ഉറ്റവർക്ക് വിട്ടുകൊടുക്കും. പക്ഷേ വയനാടിന്റെ കാര്യത്തിൽ പ്രകൃതി ആ പ്രായശ്ചിത്തം ചെയ്തില്ല. അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കാൻ പേരിനൊരു ഉടൽ മാത്രം ലഭിച്ചവരേറെ. പൂർണ്ണ ശരീരങ്ങളെ ദുരന്തത്തിനു വിട്ടുകൊടുത്ത് അടയാളങ്ങൾ മാത്രം ബാക്കിവെച്ച് ഖബറടക്കപ്പെട്ടവർ, അന്ത്യകൂദാശ ഏറ്റുവാങ്ങിയവർ, സംസ്കരിക്കപ്പെട്ടവർ. ഒരു കുഞ്ഞുടലിനെ തിരിച്ചറിഞ്ഞത് അവളുടെ കരിവളയിട്ട കൈകൾ കണ്ടാണത്രേ. അത്രമാത്രം ഭീതിതം. പ്രകൃതി ദുരന്തങ്ങൾ പലവരു തൊട്ടുരുമ്മിപ്പോയിട്ടുണ്ടെങ്കിലും മറ്റൊരു മഹാദുരന്തം തങ്ങളെ കാത്തിരിക്കുന്നുവെന്ന് വയനാടിന്റെ മക്കൾ അറിഞ്ഞിരുന്നില്ല. പുരയ്ക്കുമീതെ പെയ്തു തുടങ്ങിയ നനുത്ത മഴ അവർക്ക് എപ്പോഴത്തെയും പോലെയായിരുന്നു. നാളത്തേക്കുള്ളത് കണക്കുകൂട്ടി പലരും വീടുകളിൽ അന്തിയുറങ്ങി. പക്ഷേ ചാലിയാറിന്റെ ഓളങ്ങൾക്ക് ജീവനും ജീവിതവും തകർക്കാൻ പോകുന്ന ഹുങ്കാരമുണ്ടെന്ന് അന്നത്തെ രാത്രി വിധിയെഴുതി. ജൂലൈ 29 രാത്രി 11:45 പുഞ്ചിരിമട്ടം മേഖലയിൽ ആദ്യ മണ്ണിടിച്ചിലുണ്ടായത്. വെറുമൊരു മണ്ണിടിച്ചിൽ സർവ്വതും തകർത്തെറിയുന്ന ഉരുൾപൊട്ടലായി മാറിയത് നിമിഷാർദ്ധത്തിൽ. അർദ്ധരാത്രി 12-നും 1-നുമിടയിൽ പുഞ്ചിരിമട്ടം, അട്ടമല, മുണ്ടക്കൈ, ചൂരൽമല മേഖലയിൽ അതിഭയാനകമായി നാശം വിതച്ച് ഉരുൾ അവശിഷ്ടങ്ങൾ ഒഴുകിയെത്തി. പ്രദേശവാസികളിൽ നിന്ന് കളക്ട്രേറ്റിലേക്ക് 30-ന് പുലർച്ചെയോടെ അപകടമേഖലയിൽ നിന്ന് ആദ്യ കോൾ. പിന്നാലെ രക്ഷാകരങ്ങൾ വയനാടിന്റെ മണ്ണിലേക്ക്. പ്രതിസന്ധികൾ തരണം ചെയ്ത് പുലർച്ചെ 3:10 സേനാവിഭാഗം അപകടസ്ഥലത്തെത്തി. പുലർച്ചെ 4:55 NDRF, ഫയർഫോഴ്സ്, പോലീസ്, നാട്ടുകാർ എന്നിവരുടെ കൂട്ടായ ശ്രമത്താൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെ 8 കിലോമീറ്റർ വിസ്തൃതിയിലാണ് ദുരന്തം വ്യാപിച്ചത്. അപകടത്തിൽ 298 പേർ മരിച്ചെന്ന് സർക്കാർ കണക്കുകൾ. 99 പേരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. ചാലിയാർ, നിലമ്പൂർ തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നായി 223 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. ഇനിയും കിട്ടാതെ മണ്ണിലാണ്ടുപോയ ശരീരങ്ങളുടെ കണക്കെടുത്താൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. ദുരന്തത്തിൽ പരിക്കേറ്റവർ 390-ലധികം പേരെന്ന് കണക്കുകൾ. വയനാടിന്റെ തണുപ്പിലുറങ്ങാൻ കൊതിച്ച് അന്യനാട്ടിൽ നിന്നെത്തിയ സഞ്ചാരികളും മരണക്കണക്കുകളിലുണ്ട്. കിടന്നുറങ്ങിയ 4 ചുമരുകൾക്കുള്ളിൽ നിന്നും മനുഷ്യരെ മറ്റൊരു മണ്ണിലേക്ക് ദുരന്തം കുടഞ്ഞെറിഞ്ഞു. ചിലർ ചാലിയാറിന്റെ കരകളിൽ,
മറ്റു ചിലർ കാടോ മേടോ എന്ന വ്യത്യാസമില്ലാതെ മറ്റേതോ മണ്ണാഴങ്ങളിൽ. കാത്തിരിപ്പിന്റെ രാപ്പകലുകളിൽ ഉറ്റവർ കൊതിച്ചു. അവസാന യാത്രാമൊഴിയേകാൻ പ്രിയപ്പെട്ടവരുടെ ഒരു ശരീരഭാഗമെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന്. അത്രമാത്രം ഭയാനകമായിരുന്നു ദുരന്തം. കാലം മായ്ച്ചു കളയുന്ന വെറുമൊരു മുറിവോ എല്ലാം വിധിയെന്ന് കരുതി സമാധാനിക്കാവുന്ന വെറുമൊരു ഓർമ്മയോ അല്ല വയനാട് ദുരന്തം. ഒരു ജനതയെ, അവരുടെ നിലനിൽപ്പിനെ, അടയാളങ്ങളെ, മേൽവിലാസത്തെ പൂർണ്ണമായും ഭൂമുഖത്തു നിന്നും ഇല്ലാതാക്കിയ പ്രകൃതിയുടെ സംഹാരതാണ്ഡവമാണത്. നഷ്ടപ്പെടുത്തിയത് വീണ്ടും തിരികെ നൽകുമെന്ന കാലത്തിന്റെ കാവ്യനീതി ഇവിടെ പുലരുമോ എന്നുറപ്പില്ല. ഇനിയൊരിക്കലും ഇങ്ങനെയൊന്നുണ്ടാകില്ലെന്ന് ആശിച്ച് അതേ മണ്ണിൽ തളിർത്തു തുടങ്ങുന്ന ജീവിതങ്ങളോട് കാലം നീതി കാണിക്കട്ടെ. ബിൻഷ മുഹമ്മദ്, ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.